ഹലോ ഓൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ എടുത്തത് എന്തായിരുന്നു? സ്ക്വയേഴ്സ് അല്ലായിരുന്നോ? അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് വർഗ്ഗങ്ങൾ. ഈ വർഗ്ഗങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ഹോംവർക്കൊക്കെ തന്നു, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ എടുത്തു. എന്തൊക്കെ എടുത്തു? 11 മുതൽ 19 വരെ ഉള്ളത്. അതായത് 10 സ്ക്വയർ വെച്ചിട്ട് എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമുക്ക് 20 സ്ക്വയർ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന 20 to 30 അങ്ങനെയുള്ള സ്ക്വയേഴ്സ് എങ്ങനെ കാണാൻ നോക്കാം. നമ്മൾ മുന്നത്തെ അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം നമുക്കറിയാം. എന്താ അറിയാം? നമുക്കറിഞ്ഞൂടെ 20 സ്ക്വയർ എങ്ങനെ കാണുക? ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പഠിക്കണം. പഠിച്ചവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. പഠിക്കാത്തവർ പോയിട്ട് വീണ്ടും പഠിക്കുക. അപ്പോൾ ഞാൻ 20ൻ്റെ സ്ക്വയർ, 30ൻ്റെ സ്ക്വയർ, 40ൻ്റെ സ്ക്വയർ അങ്ങനെയുള്ളതൊക്കെ പഠിക്കണം പറഞ്ഞില്ലേ. അപ്പോൾ അത് വെച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ള ചെയ്യാം. അപ്പോൾ 20ൻ്റെ സ്ക്വയർ നമുക്കറിയാം 400 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് 21ൻ്റെ സ്ക്വയർ കാണാം. 20നെ നമുക്ക് അങ്ങനെ ആക്കി എഴുതാം. 21 സ്ക്വയറിന് നമുക്ക് 21 × 21 എന്നല്ലേ. അപ്പോൾ നമുക്കറിയാം 21 വെച്ചാൽ എന്താണ്? 20 + 1. 20നോട് 1 കൂട്ടിയാലാണ് 21 കിട്ടുക. അപ്പോൾ നമുക്കില്ലേ ഈ 20ൻ്റെ താഴെ ഇല്ലേ നമുക്കില്ലേ, നമ്മൾ 21 × 21 എന്ന് എഴുതി. അവിടെ 20 + 1. ഈ 21നെ ഇങ്ങനെ ആക്കി എഴുതി. ഈ 21നെ നമ്മൾ എങ്ങനെ ആക്കി എഴുതി? 20 + 1 ഇങ്ങനെ ആക്കിയിട്ട് എഴുതി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമുക്ക് എന്ത് ചെയ്യണം? പട്ടിക വരയ്ക്കാൻ പറ്റുന്നത്, കള്ളി വരയ്ക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഇത് നമുക്ക് പണ്ടത്തെ കള്ളി തന്നെ ഒന്ന് വരച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോയെന്ന്. 20നോട് എത്ര കൂട്ടിയാൽ 1, 20നോട് എത്ര കൂട്ടിയാൽ 1. ഈ സാധനങ്ങളാണ് ഇങ്ങനെ തലങ്ങനും വിലങ്ങനൊക്കെ എഴുതുന്നത്. ഇത് മുകളിൽ എഴുതുന്നത്, താഴെ എഴുതുന്നത്. അതാണ് ഇവിടെ താഴെ മീൻസ് ഇവിടെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഗുണിക്കാം. 20 × 20 400. പിന്നെ 1 × 20, ഒരു 20 എത്രയാണ്? 20. ഒരു 20 20. 1 × 1 1. നമുക്ക് കൂട്ടിയാലോ? 400 + 20 + 20 + 1 അല്ലേ കിട്ടിയത്? അങ്ങനെ നമ്മൾ കൂട്ടി നോക്കി. 400 + 20 കൂടി 40 + 1 441. 441. അപ്പോൾ 441 ആണ് എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ 21ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 21ൻ്റെ കിട്ടി. ഇതേപോലെ തന്നെ പട്ടിക വരച്ചിട്ട് കള്ളി വരച്ചിട്ട് നമുക്ക് 22ൻ്റെ സ്ക്വയർ കണ്ടുനോക്കാം. 22ൻ്റെ സ്ക്വയർ 22നെ നമുക്ക് എങ്ങനെ എഴുതാം? 22ൻ്റെ സ്ക്വയർ വെച്ച് 22 × 22 അല്ലേ. പിന്നെ 22നെ നമുക്ക് 20 + 2 എന്ന് എഴുതിക്കൂടെ? 20 + 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 20 + 2. ഈ 22ന് 20 + 2 എന്ന് എഴുതി. ഈ 22ന് 20 + 2 എന്ന് എഴുതി. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പെട്ടി വരയ്ക്കുക. ഈ 20 + 2നെ മുകളിൽ എഴുതുകയാണ് 20 + 2. ഈ 20 + 2നെ താഴെ എഴുതുകയാണ്. ഈ 20 + 2നെ താഴെ എഴുതാം. എന്നിട്ട് നമ്മളെങ്ങനെ ഗുണിക്കും? 20 ഇവിടെ ഗുണിച്ചിട്ട് എഴുതാം 400. ഈ 20 2 40 അല്ലേ. 20നെ 2 ആയിട്ട് ഗുണിച്ചാൽ എന്താണ്? 40 അല്ലേ. 2 0 0 2. പിന്നെ ഈ 20നെ 2 ആയിട്ട് ഗുണിച്ചാൽ നമ്മളിപ്പോൾ ചെയ്തു 40. പിന്നെ 2നെ 2 ആയിട്ട് ഗുണിച്ചാൽ 4. അപ്പോൾ ശരിക്കും എങ്ങനെ വരും? 400 + 40 + 40 + 2 സ്ക്വയർ. അപ്പോൾ 400 + 40 എത്രയാണ്? 80 + 4 484. അപ്പോൾ ഈ 40 + 40 ഒക്കെ കൂട്ടാൻ അറിയാത്തവർ സൈഡിലിട്ട് കൂട്ടണം കേട്ടോ.
അപ്പോൾ 40 + 40 80 ഇങ്ങനെ സൈഡിലിട്ട് കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 22ൻ്റെ സ്ക്വയർ എത്ര കിട്ടി? 484 കിട്ടി. ഇനി 23ൻ്റെ സ്ക്വയർ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. ഇതേ വേല് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ. ഇതേപോലെ എങ്ങനെ എഴുതുക? 23 ആണെങ്കിൽ 23 സ്ക്വയറിന് 23 × 23 ആദ്യം എഴുതുക. പിന്നെ 23ന് താഴത്തെ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതണം? 20 + 3 × 20 + 3. എന്നിട്ട് ഈ കള്ളി വരയ്ക്കുക. ഈ കള്ളി വരച്ചിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ കൂട്ടി വെക്കുക. ഇത് കിട്ടും. ഞാൻ ഒന്നുകൂടി ചെയ്ത് തരാം. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടാവുമെന്ന് അറിയാം. നമുക്കത് ചെയ്ത് നോക്കാം ഒന്നും കൂടി. അപ്പോൾ അതും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. 23 സ്ക്വയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 23 × 23 എന്ന് എഴുതും. 23 വെച്ചാൽ 20 + 3. താഴത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? 20 + 3 × 20 + 3 നമ്മൾ പെട്ടിക്കോളം വരയ്ക്കും. 20 + 3 20 + 3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലോ? 20 20 400. 20 3 അറിയാത്തവർ ഇവിടെ ചെയ്യുക. 20 × 3 3 0 0 3 2 6 60. പിന്നെ 20 × 3 60. പിന്നെ 3 × 3 9. നമുക്ക് കൂട്ടി നോക്കിയാലോ? 400 + 60 + 60 പ്ലസ് എന്ത് കിട്ടി? 9. അപ്പം 400 + 6 വേറെ എത്ര? 12. 120 + 9. ഒന്ന് കൂട്ടി നോക്കിയത്. നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് എത്രയാണ് കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞാണേ. നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. അറിയാത്തവർ എന്ത് ചെയ്യുക? സൈഡിൽ എന്ത് ചെയ്യുക? എഴുതുക. സൈഡിൽ എഴുതിയിട്ട് 400 + 120 + 9. അപ്പോൾ എന്ത് ചെയ്യും? 9 2 4 1 5 529 എന്ന് കിട്ടും. 23 × 23 എത്രയാണ്? 529. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടി വരച്ച് ചെയ്തു. നമുക്കിതിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ വന്നതെന്ന് നോക്കിയാലോ? നമുക്ക് എപ്പോഴും ഇങ്ങനെ പെട്ടിയൊന്നും വരച്ച് ചെയ്യാൻ പറ്റില്ല. പെട്ടി വരക്കാതെ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പെട്ടി വരച്ചിട്ട് നമ്മൾ അറിയണം. പെട്ടി വരക്കാതെ ചെയ്യാനും എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 21 സ്ക്വയറിനെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? 21 സ്ക്വയറിനെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് ഇങ്ങനെയല്ലേ എഴുതിയിട്ടുള്ളത്? ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇതെങ്ങനെ വന്നു? 400 നമുക്കറിയാം എങ്ങനെയാണ്. 20 സ്ക്വയറാണ് അറിയാലോ. പ്ലസ് പിന്നെ നമുക്ക് ആകെ 20ൻ്റെയാണ് എഴുതുന്നത്. ഇപ്പോൾ 20 കൊടുക്കാം. പിന്നെ ഈ 20 + 20 നമുക്ക് എന്താ എഴുതാം? 20 × 2 എന്ന് എഴുതിക്കൂടെ? നമ്മൾ 10ൻ്റെ ചെയ്യുമ്പോൾ ചെയ്ത പോലെ തന്നെ 20 × 2. പിന്നെ 21 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. 1 പ്ലസ് ഈ 1ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ. ഇങ്ങനെയാണ് ഇത് ശരിക്കും എഴുതിയിട്ടുള്ളത്. ഇനി താഴേക്ക് വരുമ്പോൾ 22നെ നോക്കൂ. 22നെ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ 20 സ്ക്വയർ. 400 പറഞ്ഞാൽ 20 സ്ക്വയർ പ്ലസ് ഈ 40 + 40 എങ്ങനെയാണ്? ശരിക്കും അതാ 40 × 40 ആണ്. 40 × 2 ആണ്. 40 + 40 നമുക്ക് എന്ത് എഴുതാം? 40 × 2 എഴുതാം. പ്ലസ് ഈ 2 സ്ക്വയർ അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും 40 നമുക്ക് പെട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. കണ്ടില്ലേ? പെട്ടിയിൽ നിന്ന് കിട്ടിയത്. ഇനി പെട്ടി ഇല്ലെങ്കിൽ 40 നമുക്ക് എങ്ങനെ കിട്ടും? ഈ 40 എങ്ങനെ കിട്ടുമെന്നറിയോ? നമ്മൾ 22 അല്ലേ ചെയ്യണത്. അപ്പോൾ 20 × 2 അല്ലേ 40. 20 × 2 40. 22 ആകുമ്പോൾ 20 × 2. 40ന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 20 × 2 എന്ന് കൊടുക്കണം.
അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് 40 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് എഴുതണം. ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എഴുതി തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും കേട്ടോ. ഇനി അതേപോലെ തന്നെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. എങ്ങനെ ഇപ്പം ഇതാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? 40 എങ്ങനെയാണ് 400 എങ്ങനെയാണ് വന്നത്? 20ൻ്റെ സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 60. ഈ 60 എങ്ങനെയാണ് വന്നത്? 20 ഇൻറ്റു 3 അല്ലേ? 23 ആകുമ്പോൾ 20 ഇൻറ്റു 3 ഇൻറ്റു 2 പ്ലസ് 2 അല്ലല്ലോ 3. 20 ഇൻറ്റു 3 ഇൻറ്റു 2 പ്ലസ് ഈ 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ സാധാരണ നമ്മളിത് എങ്ങനെ എഴുതേണ്ടി വരുന്നത്? 60 + 60 എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 2 എന്നല്ലേ എഴുതേണ്ടത്. അപ്പോൾ 60നെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? സാധാരണ നമ്മളിവിടെ എഴുതേണ്ടതാണ് 60 പ്ലസ് നമ്മളെന്ത് ചെയ്തത്? സാധാരണ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? ശരിക്കും എഴുതേണ്ടത് എന്താണ്? 60 ഇൻറ്റു 2 കാരണം 60 2 പ്രാവശ്യമല്ലേ. അപ്പോൾ ഈ 60നെ നമ്മളെങ്ങനെ മാറ്റി? 20 ഇൻറ്റു 3 ആക്കി. കാരണം 23 അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 3 ആക്കി. ഇനി നമ്മൾക്ക് അതേപോലെ ഒന്നും കൂടി എഴുതി വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ആ മുകളിൽ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ എഴുതാം? 21 സ്ക്വയർ 21 സ്ക്വയർ ആകുമ്പോൾ 20 തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20 സ്ക്വയറിന് കൊടുക്കണം ഫസ്റ്റ്. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ 30 ആണെങ്കിൽ എന്ത് ചെയ്യും? 30 സ്ക്വയറിന് കൊടുക്കണം. 20 ആയതുകൊണ്ട് എന്ത് കൊടുക്കുക? 20 സ്ക്വയർ പ്ലസ് പിന്നെ നമുക്ക് 20 തന്നെ. 20 നമുക്ക് ആകെ അറിയുന്നത് 20 ഇൻറ്റു ഒരു 2 എന്തായാലും ഉണ്ട്. അപ്പം 20 ഇൻറ്റു 21 പറഞ്ഞാൽ 20ൻ്റെ കൂടെ 1 അല്ലേ ഉള്ളത്. ആ 1 വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഒരു 2 എപ്പോഴും ഉണ്ട് കേട്ടോ. എല്ലാതും ചെയ്യുമ്പോഴും 2 ഉണ്ട്. പ്ലസ് എന്ത് ചെയ്യുക? 1 സ്ക്വയർ ഇങ്ങനെ ചെയ്താൽ 400 പ്ലസ് 4 2 8 80 പ്ലസ് 4 2 8 അല്ല 20 ഇൻറ്റു 2 എത്രയാണ്? 40 പ്ലസ് 1 441 കൂട്ടിയാൽ കിട്ടും. നമുക്ക് അതേപോലെ തന്നെ 22 എഴുതാം. 20 സ്ക്വയറിന് എഴുതിയാൽക്ക് 20 സ്ക്വയറിന് എഴുതാം പ്ലസ് 20 ഇൻറ്റു 21 ആയപ്പോൾ 1 22 ആകുമ്പോൾ എത്ര ആയിട്ട്? 2 ഇൻറ്റു 2 അവിടെ തന്നെ ഇൻറ്റു 2 സ്ക്വയർ 400 പ്ലസ് ഇത് ഗുണിച്ച് നോക്കുക നിങ്ങൾ സൈഡിലിട്ടിട്ട് 2 2 4 4 2 8 80 പ്ലസ് 4 484. ഇനി ഇത് ഗുണിക്കാൻ അറിയാത്തവർ എങ്ങനെ ചെയ്യുക? ഇവിടെ 20 ഇൻറ്റു ആദ്യം 2 ചെയ്യുക. 2 2 0 2 2 4 പിന്നെ അപ്പോൾ 40 കിട്ടി. പിന്നെ 40 ഇൻറ്റു പിന്നെ 2 ആയിട്ട് ഗുണിക്കാണ്ട് 2 0 0 4 2 8 കണ്ടില്ലേ. ഇങ്ങനെ ആയപ്പോഴാണ് ഈ 80 കിട്ടിയത്. എന്ന് വെച്ചാൽ 484 കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് 23ൻ്റെ ചെയ്താലോ? 23ൻ്റെത് 23 സ്ക്വയർ. ആദ്യം എന്ത് ചെയ്യണം? 20 സ്ക്വയർ പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? 20 അല്ല അറിയുന്നത്. 20 ഇൻറ്റു 1 ആയപ്പോൾ 1 8 2 ആയപ്പോൾ 2 8 3 ആയപ്പോൾ 23 ആയപ്പോൾ 3 8 ഇൻറ്റു ഒരു 2 ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ 3ൻ്റെ സ്ക്വയർ. അപ്പോൾ 400 പ്ലസ് 3 2 6 6 2 12. അതറിയാത്തൊരു സൈഡിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
400. ഇനി ഇത് കൂട്ടാൻ അറിയാത്തവർ എന്ത് ചെയ്യുക, ഇവിടെ ഇട്ട് കൂട്ടാം. 400 × 120 × 9 529. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ എന്തിൻ്റെയൊക്കെ ചെയ്തുകൊണ്ടിരണം. ഹോംവർക്കായിട്ട് 24, 25, 26, 27 ചെയ്യണം. 26, 27 ചെയ്യണം. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിനി 20 നോക്കണ്ട, ഇനി നമുക്ക് 30 നോക്കിയാലോ. ഈ 4 ഹോംവർക്ക് തന്നിട്ടുള്ളൂ. ഇനി കുറേ എണ്ണം തരാം, പക്ഷെ ഞാൻ തരണില്ല. ഇനി അടുത്തത് 30. 30 ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം. 30ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയുണ്ടാവും. എങ്ങനെ 30ൻ്റെ സ്ക്വയർ കാണുക, 30 × 30. ഇത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 30, 40, 50 ഒക്കെ. 30 × 30 900. അപ്പോൾ ഇനി 31 നമുക്ക് വേണമെങ്കിൽ പെട്ടി വരച്ചിട്ട് ചെയ്യാം. 30 എങ്ങനെ എഴുതാം, 31 എങ്ങനെ എഴുതാം, 30 + 1 30 + 1. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടി വരയ്ക്കാം. ഒന്ന് പെട്ടി വരച്ചിട്ട് കാണിച്ചിടാം. ഇനി എങ്ങനെ ഗുണിക്കണം, 3 3 9 900. 30 × 1 30, 30 × 1 30, 1 × 1 1. അങ്ങനെ 900 + 30 + 30 + 1². അങ്ങനെ 900 60 961 കിട്ടും. 31ൻ്റെത് നമ്മൾ ഈ പട്ടിക വെച്ചിട്ട് ചെയ്യാനെന്നെ 31ൻ്റെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ ഒന്നും നോക്കണ്ട. ഇനി നമുക്ക് പൊതു മെത്തേഡ് ഏത് സംഖ്യ ചെയ്യാനുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ അതാണ് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവണ എക്സാമിന് ചോദിക്കും. നമുക്ക് നോക്കാം. ഇപ്പോൾ 30ൻ്റെ നമ്മൾ അങ്ങനെ ചെയ്തു. എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ മെത്തേഡാണ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം ചെയ്യുന്നത് ഇപ്പം എന്ത് ചെയ്യാം, 32ൻ്റെ സ്ക്വയർ കാണണം. ഇപ്പം നമ്മൾ 22ൻ്റെ ആകുമ്പോൾ എന്ത് എഴുതിയിരുന്നത്, ശരിക്കും ഇത് 32 × 32 പെട്ടിയും ഗോളവും ഒക്കെ വരച്ചിട്ട് കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ പോലെയുള്ള ആ ഫോർമുല പോലെ അത് ചെയ്യാം. 32 ആകുമ്പോൾ എന്ത് ചെയ്യണം, 30 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 30 സ്ക്വയർ അതെല്ലാം അറിയുന്നത് പ്ലസ്. പിന്നെ നമുക്ക് 30 തന്നെയാണ് അറിയുന്നത്. 30 × 2 32 ആയതുകൊണ്ട് 2. പിന്നെ ഒരു ഫിക്സ്ഡ് 2 ഇല്ലേ, ഒരു ഫിക്സ്ഡ് 2 എല്ലാറ്റിലുള്ളതാണ്. പ്ലസ് നമ്മുടെ 2ൻ്റെ സ്ക്വയർ 32 ആയതുകൊണ്ട് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 30ൻ്റെത് 900, 30 × 30 900. പിന്നെ ഇത് 30 × 2 60, 60 × 2 120, 3 2 6, 2 12 120, 2 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ അറിയാത്തവരെന്ത് ചെയ്യാം, 900 + 120 + 4 ചെയ്യാം. 4 2 9 10. അപ്പോൾ എത്ര കിട്ടും, 1024 കിട്ടും. ഇനി 36ൻ്റെ ചെയ്ത് നോക്കാം. 36 ആണെങ്കിൽ അപ്പോൾ എങ്ങനെ ചെയ്യണം, 36ൻ്റെ സ്ക്വയർ 30ൻ്റെ സ്ക്വയറാണ് നമുക്കറിയാം. പ്ലസ് പിന്നെ നമുക്കറിയുന്ന 30 ആണ്. 30 × ഏതാണ് സംഖ്യ, 6. പിന്നെ നമുക്കൊരു ഫിക്സ്ഡ് 2 പ്ലസ് 6 ആയതുകൊണ്ട് 6 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, 6 സ്ക്വയർ. അപ്പോൾ 900. 30 × 30 900. പിന്നെ ഇതറിയാത്തൊരു സൈഡിൽ ഗുണിക്കുക. 30 × 6 ചെയ്താൽ 180. 180 × 2 ചെയ്താൽ 360. അറിയാത്തവർ ഇവിടെ ചെയ്യാം. 30 × 6 6 0 0 6 3 18. 18ന് 2 2 0 0 8 2 16 1 2 2 360 പ്ലസ് 6 6 36. ഇതറിയാത്തൊരു സൈഡിൽ കൂട്ടുക.
900 പ്ലസ് 360 പ്ലസ് 36 6 6 7 8 9 9 10 11 12 1296. ഇതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് എക്സാമിന് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 30 ആയപ്പോൾ നമുക്ക് എന്ത് വന്നു? 30 ആയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? 30 ആയപ്പോൾ എന്ത് ചെയ്യും? 30 സ്ക്വയർ എടുത്തു. ഇനി നമ്മൾ 20 ആയപ്പോൾ എന്താ അവിടെ എടുക്കുക? നോക്കി, 20 ആയപ്പോൾ നമ്മൾ എന്താ എടുത്തത്? 20 സ്ക്വയർ അല്ല എടുത്തത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 70 ആണെങ്കിൽ എന്ത് ചെയ്യും? 70 സ്ക്വയർ ആയിരിക്കും എടുക്കുക. അങ്ങനെ നമുക്കൊരു 79ൻ്റെ ചെയ്ത് നോക്കാം. 79ൻ്റെ സ്ക്വയർ. 70 ആകുമ്പോൾ 70 സ്ക്വയർ എടുക്കുക. പിന്നെ 70 ഇൻറ്റു എത്രയാണ്? 9. 9 ഇൻറ്റു പിന്നെ നമുക്കൊരു ഫിക്സ്ഡ് 2 ഉണ്ട്. 2 പ്ലസ് എന്ത് ചെയ്യും? 9 സ്ക്വയർ. 7 49. അപ്പം 4900. 70 ഇൻറ്റു 70 കേട്ടോ. 7 49 പിന്നെ 2 0 പ്ലസ് ഇനി 70 ഇൻറ്റു 2 ഇൻറ്റു 9. അപ്പോൾ 70 ഇൻറ്റു 9 ഇവിടെ ചെയ്യാം. 9 0 0 9 7 എത്രയാണ്? 63 ഇൻറ്റു 2 എത്രയാണ്? 2 0 0 3 2 6 6 2 12 6 2 12 പ്ലസ് 1260 പ്ലസ് 9 9 എത്രയാണ്? 81. നമുക്കിവിടെ കൂട്ടി വെക്കാം. പ്ലസ് 81 1 6 12 13 14 9 1 10 11 12 4 1 5 6 6241. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ ഇതേപോലെ ചെയ്യേണ്ട കുറച്ച് ഹോംവർക്ക് ഞാൻ തരാം. അപ്പോൾ ഈ മെത്തേഡ് അറിയെങ്കിൽ എന്ത് ചെയ്യുക? ഇതേപോലെ ചെയ്യാൻ പറ്റും. ഞാൻ ഹോംവർക്കുള്ള ക്വസ്റ്റ്യൻസ് തരാം. അതെന്ത് ചെയ്യണം? ചെയ്ത് കൊണ്ടുവരണം. ഹോംവർക്ക് ഏതൊക്കെയെന്ന് അറിയാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് ചെയ്തിട്ടുണ്ടാവണം. 64 സ്ക്വയർ കണ്ടുപിടിക്കണം. 35 സ്ക്വയർ 47 സ്ക്വയർ 53 സ്ക്വയർ 88 സ്ക്വയർ. അപ്പോൾ 64 സ്ക്വയർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക? ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തുതരാം. 60 സ്ക്വയർ പ്ലസ് പിന്നെ 60 ഇൻറ്റു ഇവിടെ എത്രയുള്ളത്? 4 ഇൻറ്റു നമ്മുടെ ഒരു ഫിക്സ്ഡ് 2 ഇല്ലേ? 2. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ഈ 4 4ൻ്റെ സ്ക്വയർ. ഇങ്ങനെയുള്ളത് ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം അങ്ങനെയല്ല എഴുതുക. അപ്പോൾ ഈ 35 എങ്ങനെ എഴുതേണ്ടി വരും? 30 സ്ക്വയർ പ്ലസ് 30 ഇൻറ്റു എത്രയാണ്? 5 അല്ലേ? 35 5 ഇൻറ്റു ഒരു കോമൺ 2 പ്ലസ് 5 ആയതുകൊണ്ട് എന്ത് ചെയ്യും? 5 സ്ക്വയർ. അതിനെങ്ങനെയല്ലേ എഴുതേണ്ടി വരിക? അങ്ങനെയാണ് എഴുതേണ്ടി വരിക. ഇനി അടുത്ത 47 ആകുമ്പോൾ എന്ത് ചെയ്യും? 47 ആകുമ്പോൾ 40 സ്ക്വയർ പ്ലസ് പിന്നെ 40 ഇൻറ്റു 47 ആയതുകൊണ്ട് 7 ഇൻറ്റു പിന്നെ ഫിക്സ്ഡ് 2 പ്ലസ് 7 സ്ക്വയർ. അങ്ങനെയല്ല, അങ്ങനെ ബാക്കിയൊക്കെ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണോ? നിങ്ങൾ വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? അന്നാന്നെടുക്കണം, അന്നാന്ന് പഠിക്കണം. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ? എക്സാമിന് വന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സംഖ്യ നിങ്ങൾക്ക് ഇതൊന്നും ആവണമെന്നില്ല. ഇപ്പം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നല്ലേ നിങ്ങൾക്ക് 2 അക്ക സംഖ്യയൊക്കെ ആയിരിക്കും എക്സാമിന് വരിക. നമുക്കൊന്ന് 3 അക്ക സംഖ്യ ചെയ്ത് നോക്കിയാലോ? എല്ലാത്തിനും ഇത് വർക്കാവണ്ടേ? നമ്മളിപ്പോൾ 2 അക്ക സംഖ്യ അല്ലേ ചെയ്തത്.
ഇനിയിപ്പോൾ മൂന്നക്ക സംഖ്യ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഞാൻ ഒരിതും കൂടി 436 വലിയ സംഖ്യ എന്നറിയാം നമുക്ക് 436. അപ്പം അതിനൊക്കെ സ്ക്വയർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനാണ്. അത് 36. അപ്പോൾ ഇവിടെ 400 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 400 അപ്പം എന്ത് ചെയ്യുക? 400 സ്ക്വയർ അല്ലേ? 400 സ്ക്വയർ അല്ലേ? പിന്നെ ആ 400 20 സ്ക്വയർ ചെയ്താൽ 20 ഇൻറ്റു എന്നല്ല, 400 ഇൻറ്റു ഇവിടെ ഏതാണോ ടേം അത് 6 6, ഇവിടെ 36 36 ഇൻറ്റു പിന്നെ നമുക്കൊരു ഫിക്സ്ഡ് 2 ഉണ്ട്. 2 ആ 2ന് കളർ മാറ്റി ഞാൻ കൊടുക്കണം. എന്തിനാണ്? അത് ഫിക്സ്ഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് ചെയ്താൽ നമുക്ക് എന്താണുള്ളത്? 36ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 36ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 36ൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണ്ടത്തെ വഴി വെച്ചിട്ട് കാണണം. 36ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക? 30 സ്ക്വയർ 30 ആയതുകൊണ്ട് 30 സ്ക്വയർ പ്ലസ് 30 ഇൻറ്റു 36 ആയതുകൊണ്ട് 6 ഇൻറ്റു ഒരു ഫിക്സ്ഡ് 2 പിന്നെ പ്ലസ് എന്ത് ചെയ്യും? 6ൻ്റെ സ്ക്വയർ 3 3 9 900 6 3 18 18 2 6 3 18 18 2 36 60 പ്ലസ് 6 6 36. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 900 പ്ലസ് 360 പ്ലസ് 16 6 6 7 8 9 9 10 11 12 1296 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ഇടേണ്ടി വരിക. ഇവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എന്തിനു കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇടാൻ വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ചെയ്തുകൂടെ? 400ൻ്റെ സ്ക്വയർ 400ൻ്റെ സ്ക്വയർ എങ്ങനെ കാണുക? 400ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 400ൻ്റെ സ്ക്വയർ ഉണ്ട്. 400 ഇൻറ്റു 400 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 4 സംഖ്യ ചെയ്യുക. 16 എത്ര 0 ഉണ്ട്? 2 4 4 4 16 1 2 3 4 പ്ലസ് 400 ഇൻറ്റു എത്രയെന്നാണ്? 400 ഇൻറ്റു 36 ഇൻറ്റു 2 400 ഇൻറ്റു 36 ഇൻറ്റു 2 അത് ചെയ്യുക. അത് ചെയ്താൽ പി പ്ലസ് 1296 400 ഇൻറ്റു 36 ഇൻറ്റു 2 നമുക്കിവിടെ ചെയ്ത് നോക്കാം. വലിയതാണ്, ഇത്രയൊന്നും നിങ്ങൾ ചോദിക്കില്ല. 400 ഇൻറ്റു 36 ഇൻറ്റു 2. അപ്പോൾ ആദ്യം 36 ഇൻറ്റു 4 ചെയ്യാം. 6 4 24 4 3 12 13 14 144. അപ്പം 144 പിന്നെ ഈ 2 0 ഇട്ട് കൊടുക്കാം. പിന്നെ ഈ 2 വെച്ചിട്ട് ഇനി ചെയ്യാം. 144 ഇൻറ്റു 2 എത്രയായിരിക്കും? 4 2 8 4 2 8 4 2 8 1 2 2 2800 പിന്നെ 2 0 258 ഇട്ടു 2 0 അപ്പോൾ 28800 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ഇടേണ്ടത്. 28800. നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം കൂട്ടി വെക്കാം. കുറച്ച് വലിയ സംഖ്യകളാണ്. നമുക്ക് ഇതൊക്കെ കൂടി കൂട്ടി വെക്കണ്ടേ? ഇതൊക്കെ കൂടി കൂട്ടി നോക്കാം. ഇത്രയും വലിയതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. എന്നാലും നിങ്ങൾക്ക് 1 2 3 4 1,60,000 പ്ലസ് ഇത് 2 0 1 1 0 8 8 2. ഞാൻ സ്ഥാനം കറക്റ്റാക്കി എഴുതിയിട്ട് വേണം കൂട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. 6 9 8 9 10 8 1 9 10 6 7 8 9 1 ലക്ഷം 1 10 100 1000 10,000 ലക്ഷം 1,90,096.
ഇത്ര കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് നോക്കുക. ഇതൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഇതിൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ വെണ്ടക്ക ചെയ്യാൻ നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.